പുഷ്പ 2 റിലീസ് ദിവസമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം. പോലീസിനോട് നല്ല രീതിയിൽ സഹകരിച്ച അല്ലു അർജുൻ ഒരു സമയത്തും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അതേസമയം തന്റെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ശരിയല്ലെന്നും തനിക്ക് ആഹാരം കഴിക്കാനോ വസ്ത്രം മാറാനോ ഉള്ള സമയം പോലും പോലീസ് നൽകിയില്ലെന്നും അല്ലു പറയുന്നുണ്ട്. അറസ്റ്റ് സമയം ഭാര്യയും സഹോദരനായ അല്ലു സിരീഷും അച്ഛൻ അല്ലു അരവിന്ദും ഒപ്പമുണ്ടായിരുന്നു. सत्या నా కాఫీ సార్ మీరు ఏం ఆర్డర్ చేయండి, ఏం ఆర్డర్ చేయండి. ఎందుకంటే అర్థం మార్చుకుంటానికి బయట ఒక మనిషి పంపించాలంటే రూమ్ బయట సార్ నాకు తీసుకెళ్తాం తప్పలేదు, మీకు చేయటం తప్పలేదు కాదు, ఇదంతా తప్పలేదు. ఈ బెడ్రూమ్ బయటకు వచ్చి బెడ్రూమ్ నుంచి వెళ్ళిపోవడం స్కూల్ నుంచి ఇవ్వడానికి చేశారు. అది మీకు తప్పకుండా నేను చెప్తున్నా, ఇది మంచి విషయం కాదు. അല്ലുവിനെ കൊണ്ടുപോകാനെത്തിയ പോലീസ് വാഹനത്തിൽ ആദ്യം കയറിയത് അല്ലുവിന്റെ അച്ഛനായിരുന്നു. എന്നാൽ അല്ലു അർജുൻ ഇടപെട്ട് പിതാവിനെ പുറത്തിറക്കുകയായിരുന്നു. പോലീസ് ജീപ്പിൽ അല്ലു അർജുൻ മാത്രമാണ് കയറിയത്. തുടർന്ന് അല്ലുവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. బాగుంటుంది బాగుంటుంది అందుకనే అన్న మీరు ఇంకా ఏ క్రెడిట్ వచ్చినా రాని నా తెచ్చిదే ఉండాలి. గుడ్ అయినా బ్యాడ్ सर 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 टाइम छोटा बैठे आओ ये कार लो निकालो सही रास्ता ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി 39 വയസ്സുള്ള രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീജേതനും സാൻവിക്കും പരിക്കേറ്റിരുന്നു.
ഈ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ അപ്രതീക്ഷിതമായി എത്തിയതോടെ നടനെ കാണാൻ ആരാധകരുടെ തിക്കും തിരക്കുമായി. തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയായിരുന്ന രേവതിയും മകൻ ശ്രീജേതും ആദ്യം തിരക്കിൽപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് സന്ധ്യ തിയേറ്ററിന്റെ ഉടമ, തിയേറ്റർ മാനേജർ, സെക്യൂരിറ്റി ചീഫ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശേഷമാണ് അല്ലു അർജുനെ കേസിൽ പ്രതി ചേർത്തത്. രേവതിയുടെ മരണത്തിൽ അല്ലു അനുശോചനം അറിയിച്ചിരുന്നു. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ അല്ലു 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം തെലങ്കാന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂം, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.